അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് FIIസിന്റെ ബൈയിങ് ആണ് അല്ലേ. ഇന്നലെ പോലും 4000 കോടിക്കാണ് FII ബൈ ചെയ്യുക. അപ്പം ആ ഒരു ബുള്ളിഷ്നെസ് പോയാൽ പോലും ഒരു മുകളിലോട്ട് നിഫ്റ്റിക്ക് പോകാനുള്ള സ്ട്രെങ്ത് ടെക്നിക്കലി നിഫ്റ്റിക്ക് ഉണ്ട്. ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല സെക്ടറുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, IT തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ നാളെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വേറെ ലെവലിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊരു തിരിച്ചടി പാകിസ്ഥാൻ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ ആ ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത്. ഇന്ത്യ സിന്ദൂർ എന്ന ഓപ്പറേഷൻ വഴി പാകിസ്ഥാനെ തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിലാണ് എല്ലാവരും ഫസ്റ്റ് അല്ലെ, നമ്മളെപ്പോലെ ട്രേഡേഴ്സ് ആദ്യം നോക്കുന്നത് അതാണ്. എന്താണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റും കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടാകുമോ എന്ന് വെയിറ്റ് ചെയ്ത് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് കഴിഞ്ഞ 10-12 ദിവസമായിട്ട് മാർക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഇന്ന് ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് റിക്കവർ ചെയ്യുന്നൊരു സാധ്യതയാണ് നമ്മൾ കണ്ടത്. ഇത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായിട്ടുള്ള നടപടി എടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ കൂടെ തന്നെയാണ്. മിലിറ്ററിയുടെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കേട്ടു. അവിടെ വലിയ വികാര പ്രകടനങ്ങൾക്ക് ഒന്നുമല്ല സ്ഥാനം. ഇന്ത്യൻ മണ്ണ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വളരെ സേഫായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള മിലിറ്ററിയാണ് നമുക്കുള്ളതെന്നുള്ള കോൺഫിഡൻസ് കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രവൃത്തി നമ്മുടെ ആർമി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇനി എന്താണ് നടക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും എന്ത് മൂവ്മെൻറ്റും വരുന്നത്. എന്ത് തോന്നുന്നു മാർക്കറ്റിൽ? മലയാളം ന്യൂസ് ചാനൽസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യുദ്ധം തുടങ്ങിയ പോലെയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. യുദ്ധത്തിലോട്ടൊന്നും പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും പറയാം. ഇത് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമല്ല, തീവ്രവാദത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണണം. അതിന് ആ രീതിയിൽ തന്നെ കാണണം. കാരണം ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മരണത്തിനാണ് നമ്മൾ പകരം ചോദിച്ചിരിക്കുന്നത്. അത് തീവ്രവാദികളോട് തന്നെയാണ് നമ്മൾ പകരം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് ബോണായിട്ട് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്കെതിരെ ചെയ്യുന്നുണ്ട്. നമ്മൾ സിന്ധു നദി കരാർ റദ്ദ് ചെയ്തു, വെള്ളം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, ഇൻ്റർനാഷണൽ മേഖലയിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഇന്ത്യ അത്രയും വലിയ രാജ്യമാണ് എന്ന് പാകിസ്ഥാൻ പല സമയത്തും മറന്നു പോകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യം ഇന്ന് അറിഞ്ഞപ്പോൾ ഏതൊരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന കാര്യമാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വരും, മാർക്കറ്റ് പൊട്ടും എന്നുള്ളത്. ഞാൻ പോലും ഒരു സന്ദർഭത്തിൽ കുറച്ച് പുട്ടെടുത്ത് വെച്ചാലോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം യുദ്ധത്തിൻ്റെ സമയത്ത് പുട്ട് വെച്ചോടോ എന്നൊക്കെ കമൻറ്റ് വന്നിട്ട് അത് ശരിയല്ല, തീർച്ചയായിട്ടും അതൊരു കാര്യമാണ്. പക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിച്ച ആളുകളെയൊക്കെ ശരിക്കും മാർക്കറ്റിൽ നിന്ന് പുറത്തിറക്കിയ ഒരു ഫീലാണ് ഇന്ന് മാർക്കറ്റ് തന്നത് അല്ലേ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഭയങ്കര ഗ്യാപ്പ് ഡൗണിലാണെങ്കിലും ഇന്ത്യ വളരെ റിക്കവറി എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത്. ഇന്ന് റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യായിരുന്നു. കാരണം 10 ദിവസമായിട്ട് ഒരേ സൈഡിൽ സൈഡ് വൈസ് ആകുന്നു. അപ്പോൾ ഇറ്റ് മീൻസ് ബുള്ളിഷായിട്ട് കയറി എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് താഴെ കിടക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസുകളെല്ലാം സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. എന്നിട്ടാണ് മാർക്കറ്റ് റിക്കവറി. ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി 100 കൂടി ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനെ കുറച്ചൊക്കെ പിടിക്കാൻ എനിക്ക് രാവിലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സുനിൽ മാത്രം അങ്ങനെ ചിന്തിക്കുള്ളൂ അല്ലേ, സാധാരണക്കാരും അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ലെങ്കിൽ റീസെൻ്റ്ലി മാർക്കറ്റിലേക്ക് വന്ന ആളുകൾ, കാരണം പുതിയ ആൾക്കാർ ഒരു പക്ഷേ ചിന്തിക്കില്ലേ. പക്ഷേ നമ്മുടെ പോഡ്കാസ്റ്റൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു ഇന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു കയറി പോസിറ്റീവ് ന്യൂസുകളല്ലേ വരുന്നത്. നമ്മൾ വിചാരിച്ച അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായില്ല. ഇതിൻ്റെ തിരിച്ചടിച്ചുവെങ്കിലും പാകിസ്ഥാൻ അതിനെതിരെ ശക്തമായിട്ടൊരു പ്രതികരണം, വാർ ലെവലായിട്ടുള്ള പ്രതികരണമില്ല. എനിക്കൊന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞതുപോലും ഇന്ത്യ പിന്മാറാണെങ്കിൽ ഞങ്ങൾ പിന്മാറാം, ആ രീതിയിലൊക്കെയാണ്. ഇറ്റ്സ് വെരി പോസിറ്റീവ്. കിട്ടേണ്ട അടി കിട്ടിയപ്പോൾ എന്താ പറയാ, പാകിസ്ഥാൻ പഠിച്ചു എന്നുള്ളത് ആ ഒരു രീതിയിലല്ലേ. അപ്പോൾ ഇതൊരു വാറിലോട്ടൊന്നും പോവാതെ ഇതോടുകൂടി തീരട്ടെ എന്ന് ശരിക്കും പ്രാർത്ഥിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ആരും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭനഷ്ടത്തിൻ്റെ അല്ല, അത് വേറെ വശം. പക്ഷേ ഈ ഒരു യുദ്ധം എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഗാസയിലോട്ടും അല്ലെങ്കിൽ ഇസ്രായേലിലോട്ടും ജോർദാനിലോട്ടൊക്കെ പോയി അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം മനസ്സിലാക്കണം. അവർക്ക് ജീവിതമേ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ മാറാതിരിക്കട്ടെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ തിരിച്ചടിക്കേണ്ടത് ഇന്ത്യ കൃത്യമായിട്ട് ചെയ്തു. വളരെ എഫക്റ്റീവായിട്ടുള്ള തിരിച്ചടിയാണ്. നമുക്കൊന്ന് നമ്മുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ അതിർത്തി വരെയും പോയിട്ട് അതിർത്തിക്ക് അപ്പുറമുള്ള കറക്റ്റ് പോയിൻറ്റുകളെ വളരെ
കൃത്യമായിട്ട് സാധാരണക്കാർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ കൃത്യമായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാനും 80ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, തീവ്രവാദികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്കൊരു പാകിസ്ഥാൻ സോഷ്യൽ മീഡിയാസോ പാകിസ്ഥാൻ യൂട്യൂബ് ചാനൽസോ ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. അങ്ങനെ നോക്കിയാൽ പോലും ഞാൻ ഈ VPN ഒക്കെ ഇട്ട് നോക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാനിൽ രാവിലെ വന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 4 എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ്. ആക്ച്വലി അതൊക്കെ പിന്നീട് മാറി. അപ്പോൾ ആദ്യത്തെ വന്ന ന്യൂസുകൾ അങ്ങനെയൊക്കെയാണ്. പാകിസ്ഥാനിൽ വന്നത് കേട്ടോ, ഇന്ത്യയിൽ വന്നതല്ല. അപ്പോൾ ആ ഒരു പറയാം, പാകിസ്ഥാൻ ഈ ന്യൂസിൻ്റെ പുറകിൽ ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടുന്നല്ലാതെ അവരുടെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ ആ രാജ്യം തയ്യാറാകണം എന്നുള്ളതാണ് നമുക്കും ഇന്നത് പറയാനുള്ളത്. നമ്മൾ നേരെ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി എന്താണ് ഇതിനെ റിയാക്ട് ചെയ്യാം, ഇതോടുകൂടി തീരുകയാണെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അല്ല, അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് FIIസിന്റെ ബൈയിങ് ആണ് അല്ലേ. ഇന്നലെ പോലും 4000 കോടിക്കാണ് FII ബൈ ചെയ്യുക. അപ്പോൾ പോലും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ FII യുദ്ധത്തെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലാവോ എന്നുള്ള കാര്യം. ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോഴാണ് മാർക്കറ്റിലോട്ട് കൂടുതൽ ബൈ ചെയ്യേണ്ടത് എന്നുള്ള പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ. പക്ഷെ എനിക്ക് ട്രംപിന്റെ കാര്യത്തിൽ FII കുറച്ചുകൂടി പേടിച്ചു തോന്നുന്നു അല്ലേ. യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർ പേടിക്കുന്നേ ഇല്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് അവർക്ക് ഇത്ര പേടിയൊന്നുമില്ല, പക്ഷെ ട്രംപിന് അവർക്ക് അതിനേക്കാൾ പേടിയിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായിട്ടുള്ള ഹൈ സ്ട്രക്ചറിൽ നിഫ്റ്റി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി 0.4% അപ്പാണ്, IT 0.4 അപ്പാണ്. മിഡ് ക്യാപ് നിഫ്റ്റി, നമ്മുടെ മിഡ് ക്യാപ്പ് ഏകദേശം 2% അപ്പാണ്, മെറ്റൽ 1% അപ്പാണ്. അപ്പോൾ മാർക്കറ്റ് വളരെ സ്ട്രോങ് ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില പ്രകാരം വില ഗുണമായിട്ട് റിലയൻസ് ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സിൽ പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഓവറോൾ ഉള്ളൊരു പോസിറ്റിവിറ്റി ഇനിയും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം. ഫർദർ ന്യൂസ് അപ്ഡേറ്റ്സുകൾ നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തില്ല എങ്കിൽ, വീണ്ടും പറയുന്നു, ഫിയർ ഉള്ളപ്പോൾ ബൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. പക്ഷെ ഇതൊരു ഒന്നൊന്നര ഫിയർ ആണല്ലേ. എനിക്ക് ഈ ഫിയറിൽ ബൈ ചെയ്യാനുള്ള ധൈര്യമില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഒരു ഫിയർ ഫാക്ടർ ഒരു അനിശ്ചിതത്വം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു വാറൊക്കെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ ഇഷ്യൂ കേട്ടപ്പോൾ പോലും ഞാൻ വെച്ചു ഇന്ന് പോർട്ട്ഫോളിയോ ചുമന്നിരിക്കുമല്ലോ, ഭയങ്കര ലോസ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്ന് പ്രോഫിറ്റിലാണ്. അത് വളരെ ഒരു മിറാക്കിളായിട്ട്. കാരണം പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്കൊരു നെഗറ്റിവിറ്റി തന്നെയാണ് കാണാൻ പറ്റിയത്. അതായത് ഫിയർ ഉള്ളപ്പോൾ വാങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിയറിൽ വാങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചങ്കുറ്റമാണ്. ഫിയറിൽ വാങ്ങണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വീക്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, ദാറ്റ് ഈസ് വാരൻ ബഫറ്റ് എന്നുള്ളതാണ്. കാരണം വാരൻ ബഫറ്റ് തൻ്റെ CEO സ്ഥാനത്ത് നിന്ന് അങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ളൊരു വീക്കാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റാതെ അത്രയും ഹെവി ആണ്. ലോകത്ത് മൊത്തം എല്ലാ ഇൻവെസ്റ്റേഴ്സും അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അദ്ദേഹം ഗ്രഹാമിൻ്റെ, നമ്മുടെ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള ഗ്രഹാമിൻ്റെ ശിഷ്യനാണ് വാരൻ ബഫറ്റ്. 10 വയസ്സിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോക്കുകളൊക്കെ ബൈ ചെയ്ത് ലോകത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ലോക കോടീശ്വരന്മാരിൽ ടോപ്പ് 5-ലെത്തിയ ഏക വ്യക്തി എന്നുള്ള ആ ഒരു വലിയ സ്ഥാനത്തിലോട്ടൊക്കെ അദ്ദേഹം വന്ന ആൾ കൂടിയാണ്. അപ്പോൾ വാരൻ ബഫറ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കണം, എല്ലാവരും അദ്ദേഹത്തിനെ മാതൃകയാക്കണം എന്നുകൂടിയുണ്ട്. അദ്ദേഹം 1930 ജനിക്കുന്നത്. 10 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റോക്ക് വാങ്ങുന്നത്. 10 വയസ്സുള്ളപ്പോൾ 11ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതൊന്നും ആലോചിച്ച് നോക്കൂ, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് സ്റ്റോക്ക് വാങ്ങി. ഞാൻ ഭയങ്കര ലേറ്റ് ആയി പോയത്. അപ്പോൾ ആ കോമ്പൗണ്ടിന്റെ എഫക്ട് എന്താണെന്ന് അദ്ദേഹം ചെറുപ്പത്തിലേ തന്നെ മനസ്സിലാക്കി. അദ്ദേഹം ബിസിനസ് തുടങ്ങുന്നുണ്ടായിരുന്നു, എന്നിട്ട് അതിനെ പിന്നീട് ഹോൾഡിംഗ് കമ്പനിയായിട്ട്, അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് തുടങ്ങുന്നത് ചെറുപ്പത്തിൽ തന്നെ. പിന്നീട് അതിനെ ഹോൾഡിംഗ് കമ്പനിയായിട്ട് അദ്ദേഹം മാറ്റണം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കമ്പനിയുടെ ഏണിങ്സുകൾ ഉള്ള കമ്പനികളിൽ കൃത്യമായി ഏണിങ്സ് എല്ലാ ക്വാർട്ടറിലും നല്ല ഏണിങ്സ് ഉള്ള കമ്പനികളിൽ ഫോക്കസ് ചെയ്യുക, നല്ല ബ്രാൻഡുകളിൽ ഫോക്കസ് ചെയ്യുക, മൊണോപ്പൊളി ആയിട്ടുള്ള ബ്രാൻഡുകളിൽ ഫോക്കസ് ചെയ്യുക, ഹോണസ്റ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൺസിസ്റ്റൻറ്റ് ഡിവിഡൻഡ് ഹിസ്റ്ററി ഉള്ളതിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനിലാണ് അദ്ദേഹം എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടുക. അദ്ദേഹം ഭയങ്കര റീഡിങ് എബിലിറ്റിയുള്ള ഹാബിറ്റുള്ള ആളാണ് എന്നുള്ളതാണ്. ഒരു ദിവസം മിനിമം 500 പേജസ് എങ്കിലും അദ്ദേഹം വായിക്കും എന്നാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം അത്ര വലിയ ആളായത്. 10 പേജ് ഒരു ദിവസം വായിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു മടി അതാണ്. എല്ലാ ദിവസവും 10 പേജ് റെഗുലറായിട്ട് വായിച്ചാൽ നമുക്ക് വാരൻ ബഫറ്റ് ആവാൻ പറ്റില്ലായിരിക്കും, എന്നാൽ നമുക്കും
ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സോ റീഡിങ് വാരൻ ബഫറ്റിനെ പോലെ ആകാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. എല്ലാവരോടും ആണ് ഞാൻ പറയുന്നത്, വാരൻ ബഫറ്റ് ആകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ബുക്സ് വായിക്കുക, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള, ഇനി ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ബുക്സ് എല്ലാ ദിവസവും കൃത്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് നോളജും കൂടും എന്നുള്ളതാണ്. പിന്നെ അമാനുഷികമായിട്ടുള്ള ഇമോഷണൽ ഡിസിപ്ലിൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു. പാനിക് സെല്ലിങ്, പാനിക് വരുമ്പോൾ വിൽക്കാനല്ല, ഫിയർ വരുമ്പോൾ വാങ്ങാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി, അനാവശ്യമായിട്ട് ഒരു ലക്ഷറിയും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം വളരെ സാധാരണമായിട്ടുള്ള കാറും സാധാ വീട്ടിലും ഒക്കെ തന്നെയാണ് താമസിക്കുന്നത്. ലോക കോടീശ്വരന്മാരിൽ ടോപ്പ് 5 വന്നൊരു വ്യക്തിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ലോങ് ടൈം വിഷനാണ് ഈ ട്രേഡിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്. SIP മോഡലിൽ ലോങ് ടൈം വിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വാരൻ ബഫറ്റിൻ്റെ ഏറ്റവും വലിയ മെത്തേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർക്കും വളരെ സിമ്പിളായിട്ട് മാതൃകയാക്കാൻ പറ്റുന്ന എത്രയോ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്? ലോങ് ടൈം 10 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്യാം. അറിയില്ലാത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നമുക്ക് അറിയാവുന്ന മനസ്സിലാവുന്ന ബിസിനസ്സുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വളരെ സിമ്പിൾ കൺസെപ്റ്റ്. ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പുള്ളി S&P 500 ആണെങ്കിൽ നമുക്കൊന്ന് നിഫ്റ്റി ഉണ്ട്, നിഫ്റ്റി 500ൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വളരെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ കൊക്കക്കോള, ആപ്പിൾ, അമേരിക്കൻ എക്സ്പ്രസ്, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ വളരെ മികച്ച കമ്പനികളിൽ വളരെ ചെറിയ സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒന്ന് ആലോചിച്ച്, കൊക്കക്കോളയൊക്കെ അത്രയും വലിയ മോണോപ്പൊളിയാണെന്ന് ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയും അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരും. വേറൊരു കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്, അദ്ദേഹം റിട്ടയർഡ് ആയ ഒരു ഏജ് എത്രയാണെന്ന് നോക്കിയേ. 1930 ജനിച്ച ആൾ 2025. എനിക്കോട് നമ്മുടെ കേരളത്തിലൊക്കെ 58-60 വയസ്സിൽ റിട്ടയർഡായി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾ. അല്ല, ഞാനിപ്പോഴും പപ്പയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ റിട്ടയർഡായി, ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോഴാണ് വാരൻ ബഫറ്റ് 95 വയസ്സ് വരെ ജോലി ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോലി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ട് മരിച്ച് പണിയെടുത്തു എന്നല്ല. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹം നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം 20-30% ക്യാഷ് ആയിട്ട് ഇരുന്നത് വേൾഡിനെ പേടിപ്പിച്ച കാര്യങ്ങളിലൊന്നായിരുന്നു. അതുപോലെ തന്നെ ട്രംപ് വരികയും ട്രംപ് താരിഫ് വെക്കുകയും മാർക്കറ്റിനെ കറക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ക്യാഷായിട്ട് വെച്ചത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മാറാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിലും ആ ക്യാഷായിട്ട് വെച്ചത് കൊണ്ട് പുതിയ ആൾക്ക്, ആ പുതിയ സിഇഒക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാൻ പറ്റി. ഇങ്ങനെ ഒരു കോപ്പി കാറ്റ് മെത്തേഡ് പോലെ നമുക്ക് വാരൻ ബഫറ്റിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യാം. കോപ്പി കാറ്റ് മെത്തേഡ് പോലെ മാത്രമല്ല, വാരൻ ബഫറ്റ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ വലിയ രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. വാരൻ ബഫറ്റ് ആശയങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒന്ന് കടം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്, ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യണം, SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻഡെക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അറിയില്ലാത്ത ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് ബിസിനസ്സിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും. ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യേണ്ട, റൂളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട, ചെറുപ്പത്തിലേ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഫിനാൻഷ്യൽ റൂളുകളാണ്. ഇതൊക്കെ നമുക്കും ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ വാരൻ ബഫറ്റിനെ പോലെ ആകൂ. അതെ, ഒരുപാട് വാരൻ ബഫറ്റുകൾ നമ്മുടെ കേരളത്തിൽ വളർന്നു വരട്ടെ. ഉറപ്പായിട്ടും വാരൻ ബഫറ്റുകൾ വളർന്നു വരട്ടെ. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, നിഫ്റ്റിയുടെ ഈ ഒരു സ്ട്രെങ്ത്ത് അസാധ്യ സ്ട്രെങ്ത്താണ് എന്നുള്ളതാണ്. എല്ലാ ദിവസവും ക്ലോസ് ചെയ്യുന്നത് ഒരേ സ്ഥലത്ത്, വളരെ ചെറിയ മൂവ്മെന്റുകൾ, അക്യൂമുലേഷൻ നടക്കുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വേണം നമുക്ക് എത്താനായിട്ടല്ലേ. അതെ, അക്യൂമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് പിന്നീട് കാണാം. പക്ഷേ ഗോൾഡൻ ക്രോസ് ഓവറിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 200-ഡേ മൂവിങ് ആവറേജിനെ 50-ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു റാലിക്ക് ശേഷം മാർക്കറ്റ് ടോപ്പിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 200 നിഫ്റ്റി മിഡ് ക്യാപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല സെക്ടറുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, IT തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിന് ആ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഞാൻ 57,000 വരെയൊക്കെ ഷോർട്ട് ടൈമിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. HDFC ഒക്കെ വളരെ സ്ട്രെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു കൊഡാക്കിൻ്റെ എന്തോ ആണ് റിസൾട്ട് കുറച്ച് മോശമായി വന്നു എന്നുള്ളത്. ബാക്കിയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏണിങ്സ് ഓക്കെ ഏണിങ്സ് മാത്രമേ ഉള്ളൂ. വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഏണിങ്സ് ഒന്നും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഗ്രാജുവലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ബുള്ളിഷിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നിഫ്റ്റിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഷാർപ്പ് ഡൗൺ ഒഴിവാക്കുകയാണെങ്കിൽ അതൊരു പക്ക ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കലി നോക്കാം.
അപ്പോൾ ആ ഒരു ബുള്ളിഷ്നെസ് പോയാൽ പോലും ഒരു 25,000 മുകളിലോട്ട് നിഫ്റ്റിക്ക് പോകാനുള്ള സ്ട്രെങ്ത്ത് ടെക്നിക്കലി നിഫ്റ്റിക്ക് ഉണ്ട്. വാല്യുവേഷൻ വൈസ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. പി റേഷ്യോ വെച്ചിട്ടും ഏണിങ്സ് വെച്ചിട്ടും ഉള്ള കാൽക്കുലേഷൻ. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു 25,500 ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റായിട്ട് നമുക്ക് മനസ്സിലാകും. സോ കറൻ്റ്ലി നിഫ്റ്റി 24,500 അല്ലെങ്കിൽ 24,400 റേഞ്ചിലാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ ബ്രേക്ക് ഔട്ട് വന്ന് 25,000 ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചേക്കാം. എന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ നാളെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വേറെ ലെവലിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. സോ നെഗറ്റിവിറ്റികൾ വന്നേക്കാം. അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന 22,000 ലെവലൊക്കെ വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ വരും എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കുക. ഇതൊന്നും എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പക്ഷെ വാറില്ല, ഈ ഇഷ്യൂ ഇതോടുകൂടി തീരുകയാണെങ്കിൽ ദാറ്റ്സ് പോസിറ്റീവ് ഫോർ മാർക്കറ്റ്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇന്ത്യ പിന്മാറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാതെ പോവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ത്യക്ക് അതിന് വലിയ ആവശ്യമാണ്. കാരണം നമ്മൾ ഈ വളരുന്ന രാജ്യം ആയതുകൊണ്ട് അവർക്കൊന്നുമില്ല, അവർക്കൊന്നൊക്കെ നഷ്ടപ്പെടാനൊന്നുമില്ല. അവരത്ര വളരുന്ന അതെ, നഷ്ടപ്പെടാനില്ലാണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. എല്ലാ ഭരണാധികാരികളും എല്ലാ കാലഘട്ടത്തിലും, ഇന്നലെ ഇന്നും തുടങ്ങിയ കഥയല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാ ഭരണാധികാരികളും എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള ഭരണം നിലനിർത്താനും ജനങ്ങളെ ഇമോഷണലി ഉണർത്താനും എന്നും ചെയ്തിട്ടുള്ള രണ്ട് വികാരങ്ങളേ ഉള്ളൂ. ഒന്ന് മതവും ഒന്ന് ദേശീയതയാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നത്, ഇന്ത്യ വിരുദ്ധത. സോ പാകിസ്ഥാൻ എന്നുള്ള വികാരം, പച്ചവെള്ളം കൊടുത്തില്ലെങ്കിലും ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള വികാരം കൊടുത്താൽ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകും. രാജാവിനെ കുറ്റം പറയില്ല, ഭരണാധികാരിനെ കുറ്റം പറയുന്നതിന് പകരം എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് നമുക്ക് എഴുതപ്പെട്ട എല്ലാ ഹിസ്റ്ററീസിലും ഇത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് മതമാണ്. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും ഓക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും കറക്റ്റായിട്ട് ഉണ്ട് എങ്കിൽ, ഇത് രണ്ടും ഒരു പക്ക മിക്സ്ചർ പോലെ ഉണ്ട് എങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ ആണെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിലും ഒക്കെ നോക്കുന്ന സമയത്ത് ദേശീയതയായിരുന്നു അവിടുത്തെ പ്രോബ്ലം. സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം ദേശീയതയാണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി ദേശീയത കുറച്ച് അവർ മൊത്തം ഒരു യൂറോപ്യൻ യൂണിയനായിട്ട് മാറിയത് പോലും നമ്മുടെ മുൻപിൽ വലിയ ഉദാഹരണങ്ങളാണ്. അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെ ഈ ഒരു കാര്യം ആലോചിക്കാൻ പറ്റും. ടോവിനോ തോമസ് പറഞ്ഞത് എന്താണ്, ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്, എന്നിട്ടും പഴി ചെകുത്താനാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോ ഓർത്ത്. അല്ല, ഞാൻ പറയുന്നത് അത് ദുരുപയോഗം ചെയ്യുന്നതാണ്. എന്തിന് ദുരുപയോഗം ചെയ്യണം? രാജാവിന്റെ ദുർബലത ജനം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, രാജാവിന്റെ വീക്ക്നെസ് ജനം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം വേണം, അല്ലെങ്കിൽ മതം വേണം. ഇത് രണ്ടുമാണ് ചരിത്രാതീത കാലഘട്ടം മുതൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇപ്പോഴും പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അവരൊക്കെ പിന്നോട്ടേ പോയിട്ടുള്ളൂ, മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമാധാനപരമായിട്ടൊരു എൻഡിങ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഉണ്ടാവട്ടെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ബാധിക്കാതിരിക്കട്ടെ. നമുക്ക് നോക്കാം. അടുത്തുള്ള നമുക്ക് എന്തെങ്കിലും പ്രഡിക്ഷൻസ് കൂടുതൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. ന്യൂസുകൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, പേടിച്ച് റിയാക്ട് ചെയ്യാതിരിക്കുക, തിങ്ക് ചെയ്തിട്ട് മാത്രം റിയാക്ട് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് വേണ്ടി കാണുന്നവരേക്കും ഗുഡ് ബൈ.